ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. സങ്കീർത്തനങ്ങൾ 126:5. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്: ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി അല്പം ബുദ്ധിമുട്ടുണ്ടായി, നമ്മുടെ മനസ്സും മടുത്തു. ഒന്നും കൂടി ശ്രമിച്ചു, അപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ പതുക്കെ നമ്മൾ പിന്തിരിഞ്ഞ് വേറെ കാര്യത്തിൽ ചിന്തിക്കുകയോ അതിലേക്ക് മാറുകയോ ചെയ്യും. ദാവീദ് പറയുന്ന ഒരു കാര്യം കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ എന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കർത്താവിൽ ശരണം വെച്ച് അവിടെ നിലനിൽക്കുക എന്ന കാര്യമാണ് ആനന്ദഘോഷത്തോടെ പിന്നീട് കൊയ്യാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, വയലിൽ നമ്മളൊരു വിത്ത് നട്ടാൽ അത് നടുന്ന സമയത്ത് മേത്തി ചെളി പറ്റുകയോ അങ്ങനെ ചെറിയ വിഷമമുണ്ട്, അധ്വാനമുണ്ട്. പക്ഷേ എന്നാൽ അത് ഒരു നിശ്ചിത കാലത്തിന് ശേഷം വളർന്ന് പൂവിട്ട് നിൽക്കുമ്പോൾ വളരെ സന്തോഷം നമുക്കുണ്ടാകും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് ചേർന്ന് അനേകം സമയങ്ങൾ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മളിലെ ശരിക്കും ദൈവമാത്വത്തിന് ചേർന്ന ഒരെന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നത്. നമ്മൾ ആദ്യം ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റുന്ന മഹത്വപൂർണമായ എന്നെ രൂപപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ആത്മീക ജീവിതം ഒരു കണ്ണീരോടെ നമ്മൾ പലപ്പോഴും വിതയ്ക്കും. എങ്കിലും അനേകം സമയങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ആനന്ദഘോഷത്തോടെ കൊയ്യാനായിട്ട് സാധിക്കും.